നമസ്കാരം. രാജ്യത്തെ വലിയ വലിയ നഗരങ്ങളിൽ അധോലോക സംഘങ്ങൾ വിലസുന്നു എന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ആ വാർത്തകളൊക്കെ ഒരു ഭീതിയോടുകൂടി വായിച്ചു പോയവരാണ് നമ്മൾ. എന്നാൽ നമ്മുടെ നാടും ഇങ്ങനെ വികസനത്തിലേക്ക്, ഇങ്ങനെ പുരോഗതിയിലേക്ക് കടന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള ഭീഷണികൾ നമ്മുടെ നാട്ടിലേക്കും കടന്നു വരുന്നു എന്നതാണ് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ന് പുലർച്ചെ ദുബായിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ യുവാവിനെ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ തോക്കു ചൂണ്ടി ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോകുന്നു. പുലർച്ചെ 12:30 കാസർഗോഡ് കിഴക്കേക്കര തവക്കൽ മൻസിൽ മുഹമ്മദ് ഷാഫിയെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോകുന്നത്. ഷാഫി വിമാനമിറങ്ങി അന്താരാഷ്ട്ര ടെർമിനലായ T3 നിന്നും പുറത്തേക്ക് വരുന്നു. നാട്ടിലേക്ക് പോകാൻ പ്രീപെയ്ഡ് ടാക്സി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറിലേക്ക് നടന്നു നീങ്ങുമ്പോൾ 3 അംഗ സംഘം ഷാഫിയുടെ അടുത്ത് വന്ന് തോക്കു ചൂണ്ടി മിണ്ടിപ്പോകരുത്, ഞങ്ങളോട് സഹകരിക്കണം, അല്ലെങ്കിൽ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇവരോടൊപ്പം നടന്നു നീങ്ങിയ ഷാഫിയെ ഇവർ ഒരു ഫോർച്യൂണർ കാറിലേക്ക് കയറ്റുകയാണ്. പെട്ടെന്ന് ഫോർച്യൂണർ കാർ ഇവരുടെ മുന്നിലേക്ക് വരികയും സിനിമ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ഫോർച്യൂണർ കാറിലേക്ക് ഷാഫിയെ കയറ്റിക്കൊണ്ടുപോകുന്നു. ആ ഫോർച്യൂണർ കാറിൽ 3 പേർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഷാഫി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ആ കാറിൽ വെച്ച് ഷാഫിയെ ക്രൂരമായി മർദ്ദിക്കുകയും കയ്യിലുണ്ടായിരുന്ന 1 ലക്ഷം രൂപയിലധികം വില വരുന്ന ഐഫോണും മറ്റ് സാധനങ്ങളും, വിലപ്പെട്ട സാധനങ്ങളും കൈക്കലാക്കിയ ശേഷം സ്വർണം എവിടെ എന്നാണ് ഈ ഗുണ്ടാ സംഘം ഷാഫിയോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. ഷാഫി പറഞ്ഞു, എന്റെ കയ്യിൽ സ്വർണമില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അവർ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഷാഫിയെയും കൊണ്ട് ഇവർ അത്താണിയിലെത്തുന്നു. അത്താണിയിൽ നിന്നും ഈ വാഹനം നേരെ ആലുവയിലേക്ക് പോകുന്നു. ആലുവയിലെ വിവിധ സ്ഥലങ്ങളിൽ കറങ്ങിയ ശേഷം അവസാനം ഷാഫിയിൽ നിന്നും സ്വർണം കിട്ടില്ല എന്ന് ഉറപ്പായപ്പോ പുലർച്ചെ 2:30 പറവൂർ കവലയിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു എന്നാണ് ഷാഫി പരാതിയിൽ പറയുന്നത്. തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച കാര്യം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് ഈ സംഘം ഷാഫിയെ ഇറക്കിവിട്ടത്. ദുബായിലെ ഒരു കഫറ്റേരിയയിൽ ഡെലിവറി ബോയിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഷാഫി. കഴിഞ്ഞ മെയ് മാസത്തിലാണ് നാട്ടിൽ വന്ന് തിരിച്ചുപോയത്. ആദ്യമായിട്ടാണ് ഈ നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങുന്നത്. നെടുമ്പാശ്ശേരിയിൽ ഇത്ര വലിയ ഒരു ദുരന്തമാണ് തന്നെ കാത്തിരിക്കുന്നത് എന്ന് ഷാഫിക്ക് ഒരിക്കലും മനസ്സിലായില്ല. ആലുവ DYSP PK രാഗേഷിന്റെ നേതൃത്വത്തിൽ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടി ദ്രുതഗതിയിലുള്ള അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത്. വിമാനത്താവളത്തിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. വിമാനത്താവള പരിസരത്ത് ഇതുപോലെ അധോലോക സംഘങ്ങൾ തമ്പടിക്കുന്നു എന്നത് ആദ്യമായി വരുന്ന വാർത്തയല്ല. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്ന വിമാനത്താവളങ്ങളിൽ ഒന്നായി നെടുമ്പാശ്ശേരി മാറിയിരിക്കുന്നു. പല ദിവസങ്ങളിലും കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസ് വിഭാഗം പിടികൂടുന്നത്. സ്വർണം മാത്രമല്ല, അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിപണനത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായും നെടുമ്പാശ്ശേരി മാറുകയാണ്. ഇന്ന് രാവിലെ 7.5 കോടി രൂപ വില വരുന്ന 7.6 കിലോഗ്രാം തൂക്കം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എന്ന അതിമാരകമായ മയക്കുമരുന്നുമായി അബുദാബിയിൽ നിന്നും എത്തിയ 3 കോട്ടയം സ്വദേശികൾ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പിടിയിലായിരുന്നു. അങ്ങനെ മയക്കുമരുന്നിന്റെയും സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും ഒരു ഹബ്ബായി കഴിഞ്ഞ കുറെ കാലങ്ങളായി നെടുമ്പാശ്ശേരി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പോലീസും കസ്റ്റംസും ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ നെടുമ്പാശ്ശേരി അധികം താമസിയാതെ ഒരു അധോലോക സംഘത്തിന്റെ പിടിയിൽ അകപ്പെട്ടേക്കാം. അങ്ങനെ ഒരു വിപത്തിലേക്ക് ഒരു നാട് കടന്നു ചെന്നാൽ ഒരുപക്ഷെ നാട്ടുകാർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാകും. ഈ ഗുണ്ട സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു ഇവരെ തുറുങ്കിലടക്കാൻ നിയമപാലകർ തയ്യാറാകണം എന്നാണ് ഇപ്പോൾ നാട് ഒന്നടങ്കം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.